ഇന്നത്തെ വീഡിയോ അമരപ്പയറും മുരിങ്ങയ്ക്ക കറിയുമാണ്. അപ്പോൾ ഈ കാണുന്ന അമരയ്ക്ക വന്ന് ഡ്രൈ അമരയ്ക്ക ഞാൻ രാത്രി കുതിർത്തി വെച്ചതാണ്. പിന്നെ അത് കുക്കറിൽ വേവിച്ച് മാറ്റി വെച്ചിട്ട് നമുക്ക് കറി ഉണ്ടാക്കാം. ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ എന്ത് എണ്ണയാണോ ഉപയോഗിക്കുന്നത് ആ എണ്ണ കുറച്ച് ഒഴിക്കണം. ഞാൻ നല്ലെണ്ണയാണ് ഒഴിച്ചത്, പക്ഷേ ആ നല്ലെണ്ണയുടെ ടേസ്റ്റ് ഡിഫറെൻ്റ് ആയിട്ടുണ്ടായിരുന്നു. കുക്കിംഗ് ഓയിൽ എന്നാണ് ഉപയോഗിക്കുന്നത്, അത് ഉപയോഗിച്ചാലും മതി. അപ്പോൾ കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു. വീണ്ടും പറയുന്നത് നല്ലെണ്ണയല്ല, നമ്മൾ എന്ത് ഓയിൽ ഉപയോഗിക്കുന്നത് അത് ഉപയോഗിക്കാം. ഒരു ചെറിയ സ്പൂണിന് കടുക് ഇട്ടു. അതിന് ശേഷം ചെറിയ ഉള്ളി, വെളുത്തുള്ളി, അപ്പോൾ നമ്മൾ എത്ര മുരിങ്ങയ്ക്ക എടുക്കുന്നോ പയറെടുക്കുന്നോ അതിനനുസരിച്ചാണ്. അത് ഞാൻ എപ്പോഴും പറയുന്നതാണ്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന അളവ് വന്ന് ഞാൻ വീട്ടിൽ ഉപയോഗിക്കുന്ന മുരിങ്ങയ്ക്കും പയറിനുമുള്ള അളവാണ്. ചെറിയ ഉള്ളി കുറച്ചും, പിന്നെ വെളുത്തുള്ളി, അതിനാവശ്യമുള്ള ഉപ്പ് ഇട്ടു, കുറച്ച് കറിവേപ്പിലയും ഇട്ടിട്ടുണ്ട്. അത് കഴിയുമ്പോൾ കുറച്ച് തക്കാളി എല്ലാം കൂടി നന്നായിട്ട് വഴറ്റണം കുറച്ച് സമയം. മഞ്ഞൾപ്പൊടി, പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി. ഇപ്പം ഞാൻ ഈ ഇൻഗ്രീഡിയൻസ് പറയുമ്പോൾ ഇതൊക്കെ ഒരു അളവായിട്ട് എടുത്തിട്ട് ഉപയോഗിക്കണം. എത്ര പേർക്ക് എങ്ങനെ ഉണ്ടാക്കുന്നോ അതിനനുസരിച്ചിട്ട് ഞാനിപ്പോൾ പറയുന്ന മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി എത്ര സ്പൂൺ വേണം എന്നുള്ളതും എരിവ് വേണം എന്നുള്ളതും ആവശ്യമുള്ളവർ അതുമാതിരി ഉപയോഗിക്കാം. ഇതിൽ പിന്നെ തേങ്ങ കുറച്ച് ചേർക്കുന്നുണ്ട്, പുളി ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള എരിവ് ചേർത്ത് എല്ലാവർക്കും സ്വാദം ഉണ്ടാവുന്നത്. അപ്പോൾ ഇതെല്ലാം ഇട്ടിട്ട് കുറച്ച് നന്നായിട്ട് വഴറ്റി കൊടുക്കുമ്പോൾ കളർ ഇങ്ങനെ ആവും, ഇങ്ങനെ മാറുന്നുണ്ടാവും. ഇത് ഞാൻ വന്നിട്ട് കാരക്കുഴമ്പ് പൊടി എന്ന് പറഞ്ഞിട്ട് കിട്ടും. ആ പൊടിയാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. അത് ഇല്ലെങ്കിലും കുഴപ്പമില്ല, മല്ലിപ്പൊടി മുളകും പൊടി മാത്രം ഇട്ടാലും മതി. അത് എൻ്റെ അടുത്ത് ഉള്ളതുകൊണ്ട് ഞാൻ അതും കൂടി ആഡ് ചെയ്തേ ഉള്ളൂ. അത് സാറിന് തമിഴ്നാട്ടിലൊക്കെ പുളിക്കുഴമ്പ് എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കുമ്പോൾ ഇടുന്ന സാധനം. എന്നിട്ട് ഇപ്പം മുരിങ്ങയ്ക്ക അരിഞ്ഞതും ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കണം. പിന്നെ ഈ മുരിങ്ങയ്ക്ക വേവാനും കറി എന്താ പറയുക സ്പൈസസൊക്കെ പിടിക്കാനും കുറച്ച് ആ മുരിങ്ങയ്ക്കയ്ക്ക് ചെറിയൊരു കീറലിട്ട് കൊടുക്കണം. ഫുള്ള് അരിഞ്ഞില്ല, കുറച്ച് മേലെ മാത്രം കട്ട് ചെയ്തിട്ട് കൊടുക്കണം. ഇപ്പം ഞാൻ ഒഴിക്കുന്ന വെള്ളം നമ്മൾ ആ പയർ വേവിച്ചപ്പോൾ ഉള്ള വെള്ളം കളയാണ്ടിരിക്കാനാണ് ആ വെള്ളമാണ് ഇതിൽ ചേർത്തത്. എന്നിട്ട് കുറച്ച് സമയം മുരിങ്ങയ്ക്ക വേവാൻ വേണ്ടി അടച്ചു വെച്ചു. അത് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ കുക്കറിൽ വേവിച്ച പയർ അതിലിട്ട് കൊടുത്തു. ഇത് തേങ്ങയും ഒരു സ്പൂൺ പെരുംജീരകമാണ്. തേങ്ങയും പെരുംജീരകവും ഇട്ടിട്ട് നന്നായി അരയ്ക്കണം. അതിപ്പോൾ ഞാൻ കഴുകി ഒഴിക്കുന്നത് പുളിയുടെ വെള്ളം, പുളി കുതിർത്തിയ വെള്ളം കൊണ്ടാണ് കഴുകി ഒഴിക്കുന്നത്. അതിനുശേഷം പുളിവെള്ളം ചേർക്കണം. ഇത് ദോശയ്ക്കും ചപ്പാത്തി, ചോറ് എല്ലാം നല്ല ടേസ്റ്റുള്ള കറിയാണത്. അപ്പോൾ പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കറി. അപ്പോൾ കഷ്ണം വെന്നു, ഇതെല്ലാം കഴിഞ്ഞു. അടുപ്പ് ഓഫാക്കിയാലും ഓഫാക്കുന്നതിന് ജസ്റ്റ് മുമ്പായിട്ടും കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് കണ്ടിട്ട് ഇതേപോലെ ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.